കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിക്കില്ലെന്ന CPM വാദം പുകമറ സൃഷ്ടിക്കാൻ ഉതകുന്നതെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. പ്രതിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായവും നിയമസഹായവും നൽകുമെന്ന് CPM നേതാക്കൾ കുടുംബത്തെ സന്ദർശിച്ച ശേഷം അറിയിച്ചതായി കുടുംബം തന്നെ വ്യക്തമാക്കി. ഇതോടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണ് പൊളിയുന്നത്. കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിലെ പ്രതി പീതാംബരന്റെ കുടുംബത്തിന് CPMന്റെ രഹസ്യ സഹായമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള സഹായവും കൊലപാതകികൾക്ക് നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ രഹസ്യമായ സഹായ വാഗ്ദാനങ്ങൾ പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്നതെന്ന റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. മുൻ MLAയും CPM നേതാവുമായ KP കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പീതാംബരന്റെ വീട്ടിലെത്തി പണവും നിയമസഹായവും വാഗ്ദാനം ചെയ്തതായി കുടുംബം തന്നെ വ്യക്തമാക്കിയതോടെ രാഷ്ട്രീയ കൊലപാതകത്തിൽ CPMന്റെ ബന്ധം കൂടുതൽ മറനീക്കി പുറത്തുവരികയാണ്. പാർട്ടി അറിയാതെ പീതാംബരൻ ഒന്നും ചെയ്യില്ലെന്ന് കഴിഞ്ഞ ദിവസം ഭാര്യയും മകളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംഭവം CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് CPM നേതാക്കൾ പ്രതിയുടെ വീട്ടിലെത്തിയത്. കൂടുതൽ കാര്യങ്ങൾ കുടുംബം വെളിപ്പെടുത്തുമോ എന്ന ഭയം മൂലമാണ് പാർട്ടി നേതാക്കളുടെ മിന്നൽ സന്ദർശനമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തങ്ങളുടെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്നും ഇനിയൊന്നും പറയാനില്ലെന്നുമായിരുന്നു പാർട്ടി നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം കുടുംബത്തിന്റെ പ്രതികരണം. അതേസമയം കഞ്ചാവ് ലഹരിയിലാണ് കൃത്യം നടത്തിയതെന്ന പീതാംബരന്റെ മൊഴി കേസ് വഴിതിരിച്ചുവിടാനാണെന്നും പീതാംബരന് മാത്രം കൃത്യം നടത്താൻ കഴിയില്ലെന്നും CPMന്റെ ഉന്നത നേതാക്കളുടെ അറിവും ഗുണ്ടാ സംഘങ്ങളുടെ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു. കേസ് വഴി തിരിച്ചുവിടുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും കൊലപാതകം CBI അന്വേഷിക്കണമെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ആവശ്യം ഉന്നയിച്ചു. CBI അന്വേഷണമെന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചാൽ സർക്കാരിന്റെ നില കൂടുതൽ പരുങ്ങലിലാവുമെന്നും CPM നേതാക്കൾ കരുതുന്നുണ്ട്. അതേസമയം എല്ലാ കേസുകളും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ പിരിച്ചുവിടേണ്ടി വരുമെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. പീതാംബരൻ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നതിന് മുൻപ് തന്നെ പീതാംബരനെ പാർട്ടി പുറത്താക്കിയതിൽ സംശയമുണ്ടെന്ന ഗുരുതര ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. അതേസമയം തന്നെ LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷായാത്രകൾ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് തെളിയിക്കുവാനുള്ള യാത്രകളായി മാറുകയും ചെയ്തിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട്ട് നടക്കുന്ന സർക്കാരിന്റെ 1000 ദിനാചരണ പരിപാടിയിൽ ആളുകൾ കുറഞ്ഞതും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.